കാനഡയിലെത്തിയ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമായി തോന്നിയത് നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡും യൂണിയൻ ചേട്ടന്മാരെയുമാണ്. ഇവിടെ ഒരു ചുമട്ടുതൊഴിലാളി യൂണിയൻ സ്ഥാപിച്ച് അതിന്റെ പ്രസിഡന്റ് ആകണമെന്ന മനക്കോട്ട കെട്ടി വരുമ്പോഴാണ് മറ്റൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവിടുത്തെ വലുതും ചെറുതുമായ മിക്ക ട്രക്കുകളുടെയും പുറകിൽ ഒരാളിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു പോകുന്നത് കാണാനാകും. അത്ഭുതമെന്ന് പറയട്ടെ, ഇവനാണ് നമ്മൾ തേടി നടന്ന കാനഡയിലെ ചുമട്ടുതൊഴിലാളി. ഫോർക്ക് ലിഫ്റ്റ് എന്നാണ് ഇവന്റെ SSLC ബുക്കിലെ പേര്. പല നിറത്തിലും രൂപത്തിലും കാണപ്പെടുന്ന ഇവർ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗങ്ങളല്ല. ട്രക്കിന്റെ പുറകിലിരുന്ന് വന്ന് ഏറ്റെടുക്കുന്ന ജോലികൾ വളരെ ഭംഗിയായി ചെയ്ത് തിരികെ ട്രക്കിന്റെ പുറകിൽ കയറി കെട്ടിപ്പിടിച്ച് ജോലി ചെയ്ത സംതൃപ്തിയോടെ എങ്ങോട്ടേക്കോ പോകുന്നു. ഇതാണ് ഇവന്റെ ശീലം. ഏതോ ഒരു രാജ്യത്ത് ഇപ്പോഴും വെറുതെ നോക്കിയിരുന്നാൽ നോക്കുകൂലി കിട്ടുമെന്നുള്ളത് ഇവൻ അറിയാനേ സാധ്യതയില്ല. ഒരു സാധനം കാശ് മുടക്കി വാങ്ങുന്നവന് തന്നെയാണ് അത് ആരിറക്കണം, എവിടെ ഇറക്കണം എന്ന കാര്യത്തിൽ പരിപൂർണ അധികാരമുള്ളത്. അതെടുത്ത് തലയിൽ വച്ച് ഡാൻസ് കളിക്കാനായാലും വാങ്ങുന്നവന് തന്നെയാണ് പരിപൂർണ സ്വാതന്ത്ര്യമെന്ന് ഈ രാജ്യം നമ്മെ പഠിപ്പിക്കുന്നു. കുഴിത്തുരുമ്പും കുന്നായ്മയും കൂലിക്കുള്ള അടിയുമില്ലാത്തത് കാരണം ഇവിടുത്തെ കയറ്റിറക്ക് മേഖല വളരെ സുഗമമായി നടന്നു വരുന്നുണ്ട്. ISROയിൽ നിന്ന് വിട്ട റോക്കറ്റ് പോലെ എന്തു പണിയും പുട്ടുപോലെ ചെയ്തു തീർക്കും. സ്ഥാപനങ്ങൾക്കു മുമ്പിൽ കൊടികുത്തി സമരം ചെയ്ത് അത് പൂട്ടിക്കെട്ടാൻ ഈ ചുമട്ടുതൊഴിലാളിയെ കൊണ്ടാകില്ല എന്നതാണ് ഇവന്റെ ഏറ്റവും വലിയ പോരായ്മ. ഇതും കേട്ട് പൊങ്കാലയിടാൻ വരുന്നവർക്ക് പൊങ്കാല അടുപ്പും കലവും കമന്റ് ബോക്സിൽ തികച്ചും സൗജന്യം.